ഓരോ ആയത്തുകളിലും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ശ്ലോകം എന്ന് പറയുന്നത് യാ അയ്യൂഹനാസ് ഇന്ന ഖലഖ്നാകിൻ മിൻ ദക്രിൻ വ ഉൻസ എന്നാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. വിശ്വ സാഹോദര്യത്തിന്റെ മാനവികത വിളംബരം ചെയ്യുന്ന ആ ഖുർആൻ ആത്മീയ വിദ്യാഭ്യാസത്തിന് പ്രേരക ശക്തിയായി മാറണം. മാത്രമല്ല, നമ്മുടെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരം, ആ സാംസ്കാരിക പൈതൃകത്തിനൂന്നിയ ഒരുപാട് കലാവിഷ്കാരങ്ങളുണ്ട്. ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ അതുകൂടി നിങ്ങൾ നേടിയെടുക്കണം. ഭൗതിക വിദ്യാഭ്യാസം ഒരു ഭാഗത്ത്, ആത്മീയ വിദ്യാഭ്യാസം മറുഭാഗത്ത്. ഇത് രണ്ടും സമഞ്ജസമായി സമന്വയിപ്പിച്ച് ഈ രണ്ടും നിങ്ങൾ ക്രോഡീകരിച്ച് ഒരു നല്ല വിദ്യാഭ്യാസമാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജവഹർലാൽ നെഹ്റു. ചാച്ചാ നെഹ്റു എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ അവിടെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ഒരു വിശ്വ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച ഒരു വിശ്വ സാഹിത്യകാരനായ നെഹ്റു ഇന്ന് രാത്രിയിൽ തന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ കിടപ്പറയിൽ കട്ടിൽ ഉറങ്ങാൻ വരുന്നതിന് മുമ്പ് കട്ടിലിനടുത്ത് ഒരു ടീഫോയുണ്ട്. ടീഫോയുടെ തൊട്ടടുത്തൊരു ചാരു കസാലയുണ്ട്. ആ ചാരു കസാലയിൽ വന്ന് കിടന്നിട്ട് ഈ ടീഫോയുടെ മുകളിൽ ഈട്ടിത്തടിക്കാത്ത അതിമനോഹരമായ 4 വരി കവിത ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കവിത എടുത്ത് അദ്ദേഹം വായിക്കും. ലോകപ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് കവിയുടെ കവിതയാണത്. ആ കവിത ഇതാണ്: Woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ഞങ്ങളുടെയൊക്കെ കാലത്ത് വുഡ്സ് എന്ന് പറഞ്ഞാൽ തടികൾ നിൽക്കുന്ന വനത്തിൽ. വനത്തിനെ കുറിച്ചും തടിയെക്കുറിച്ചും അല്ല കവി പറയുന്നത്, പ്രകൃതിയെക്കുറിച്ചാണ്. പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച്, പ്രകൃതിയുടെ അപാരതയെക്കുറിച്ച്, പ്രകൃതിയുടെ അഗാധതയെക്കുറിച്ച്, പ്രകൃതിയുടെ അനന്തതയെക്കുറിച്ച്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിൽ? എവിടൊക്കെയാണോ പ്രകൃതിയുടെ സൗന്ദര്യമുള്ളത് അവിടെ എല്ലാം നമ്മൾ പോകാറുണ്ട്. പക്ഷെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരോട് കവി പറയുന്നു, നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റതാണ് കുഞ്ഞുങ്ങളെ. നമ്മളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്ന ഉമ്മയും വാപ്പയും ഉണ്ട്, അവരോട്. നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്, അവരോട്. നമ്മുടെ വളർച്ച നമ്മളറിയാതെ നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട്, അവരോട്. ഈ സ്കൂളിന്റെ പേരെന്താണ്? ഈ സ്കൂളിന്റെ പേര് തന്നെ മാതാ, പിതാ, ഗുരു, ദൈവം. നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി എന്ന് പറയുന്നത് മാതാവും പിതാവും ഗുരുവുമാണ്. അവരാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. അതുകൊണ്ടാണ് മാതാ, പിതാ, ഗുരു ഇതിന്റെ ഒരു സംയുക്ത ഭാവമായി ഈ സ്കൂൾ മാറിയത്. അപ്പോ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മറക്കാൻ പാടില്ല. നമുക്ക് നമ്മളോട് ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാരോടുണ്ട്, നമ്മുടെ ഗുരുക്കന്മാരോടുണ്ട്, നമ്മുടെ സമൂഹത്തോടുണ്ട്. ആ ഉത്തരവാദിത്വം മറന്ന് പോകരുത്. And miles to go before I sleep, and miles to go before I sleep. Before I sleep എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പല്ല, അവസാനത്തെ ഉറക്കം ആരംഭിക്കുന്നതിന് മുമ്പ്. ഒരു ദിവസം ഉറങ്ങാൻ കിടന്നാൽ പിന്നെ നമ്മൾ ഉണരില്ല. അതാണ് അവസാനത്തെ ഉറക്കം. അതിനാണ് മരണം എന്ന് പറയുന്നത്. Time passes and time passes, we die alone. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ബിഫോർ ഐ സ്ലീപ് അവസാനത്തെ അങ്ങനെ ആക്കാൻ പറഞ്ഞു. ഇപ്പൊ പിള്ളേർ നമ്മൾ കീഴ്പ്പെടുന്നതിന് മുമ്പ് അത് കൊണ്ടുകൊടുക്കണ്ട അങ്ങനെയാണ്. അപ്പൊ അതവിടെ ഇരുന്ന അവർക്കൊന്നും കിട്ടൂല. സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒരുപാട് കാലം സഞ്ചരിക്കേണ്ടതുണ്ട്. 7ാം ക്ലാസ്, പിന്നെ 8, 9, 10, +1, +2 ഡിഗ്രി, പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മളിപ്പോ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ വിശ്വകവി നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നാളെയുടെ താരങ്ങളായി മാറണം. ഭാവി ഭാഗതയെ നിശ്ചയിക്കുന്നവരാണ്. വലിയ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ ഈ വിദ്യാഭ്യാസത്തോട് ഞാൻ കഴിയണം. അതിന്റെ അടിത്തറ കെട്ടിപ്പടുക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറും. ഇതിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാവരും പഠിച്ച് വളർന്ന് മിടുക്കന്മാരും മിടുക്കുകളുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് 15ാം വാർഷികം നിങ്ങളെല്ലാം അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഈ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Thank you so much, sir.